പിന്നെ ഒരു ഒരു ഞെട്ടിക്കുന്നൊരു ശബ്ദ സന്ദേശം കിട്ടിയിട്ടുണ്ട്. താമരശ്ശേരി പോലീസ് 1,00,000 രൂപ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട്, അതായത് എൻ്റെ പേരിൽ വ്യാജമായ പരാതികൾ സൃഷ്ടിച്ച ആ വ്യക്തികളുടെ കയ്യിൽ നിന്നും 1,00,000 രൂപ മേടിച്ചുകൊണ്ട് എന്നെ ഒരു 6 മാസം കിടത്താമെന്നും പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു വോയിസ്. ഇത് മാത്രമല്ല, ഒരുപാടുണ്ട്. കാരണം നിലമ്പൂർ, ഞാൻ പറഞ്ഞിരുന്നല്ലോ നിലമ്പൂരുള്ള ഒരു കേസിനെ പറ്റിയിട്ട്, ആ വ്യക്തിയുടെ ഒരു ശബ്ദ സന്ദേശം കൂടിയുണ്ട്. അത് നമുക്ക് ആ ശബ്ദ സന്ദേശം ഒന്ന് എടി ഇവന് ജാമ്യം കിട്ടിയടി, മറ്റന്നാൾ ഇവന് ഇറങ്ങും. ഇന്ന് പാതില പോയല്ലോ, ഒന്ന് പാതിലാന് പോയപ്പോൾ അവിടെ പോയി ഇഞ്ഞടി. പിന്നെ എന്താ നിങ്ങളെ വീഡിയോസൊക്കെ ഞാൻ പുറത്തിടും, ഞാൻ നാട്ടിൽ ഇറങ്ങട്ടെ അതിൻ്റെ മക്കളെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞോലെ. അതിന് പോലീസുകാർ ഇവനോട് എന്തൊക്കെയോ പറഞ്ഞോലെ, നിന്റെ ഇത് ഇവിടെ ഷോ ഇവിടെ നടക്കൂല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അവനെ പിടിച്ച് വലിച്ചാണോ അല്ലേടി ഉള്ളിൽ കൊണ്ടുപോയത്. ഇപ്പോൾ വക്കീല് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോലീസുകാർക്കും കുറച്ച് ആൾക്കാർക്കും പൈസ കൊടുത്താൽ പിന്നെ ഇവൻ്റെ ജാമ്യം 6 മാസത്തേക്ക് നീട്ടി വെക്കും. അതിനെ കൊണ്ട് ഇവൻ 6 മാസം നമുക്ക് ജയിലിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ 1,00,000 ഉറുപ്പ്യ ഇവർ ചോദിക്കുന്നേ. ഇഞ്ചില്ലേ എവിടുന്നെങ്കിലും എനിക്ക് പലിശക്ക് എടുക്കുന്ന ഒക്കെ അറിഞ്ഞൂടെ, ഇനി എവിടുന്നെങ്കിലും ഒരു പലിശക്ക് 1,00,000 ഉറുപ്പ്യ എടുത്തരും. ഞങ്ങൾ 4 ആളും കൂടിയിട്ട് ഞങ്ങൾ അത് അടിക്കുന്നുണ്ടടി. ഞങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ അടിക്കൊണ്ട് ആരും എടുത്തില്ല, സ്വർണ്ണം പണയം വെക്കാൻ ആരും എടുത്തില്ല. പിന്നെ പലിശക്കൊന്നും എനിക്ക് അറിയില്ലടി. ഞാൻ എൻ്റെ കെട്ടിയോന് UAE അല്ല ദുബായിൽ പലിശക്ക് എടുക്കലുണ്ട്. അതിൻ്റെ ഇതിൽ ഞാൻ അപർണനെ വിളിച്ചു, അപർണക്കൊന്നും അറിയില്ല. ഇജല്ലായിരുന്നോ നിശാലിന് 1,00,000 ഉറുപ്പ്യ കൊടുക്കാൻ നിന്ന്, അത് എന്തെങ്കിലും ഒന്ന് നോക്കുവോ? ഞങ്ങൾ 4 ആളും കൂടി അടുത്ത മാസം തൊട്ട് ഞാൻ പൈസ അടിച്ച് തീർക്കുന്നുണ്ട്. ഇതൊന്ന് നോക്കുവോ അതെടി, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രശ്നമാവുമെടി. വക്കീൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവ നാട്ടിലിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാന്നുള്ളൊരു പിടുത്തവും ഇല്ല. എല്ലാവരും ഇവൻ കൊല്ലാനും അറ്റിക്കാൻ നമ്മളെ വീഡിയോസ് പുറത്ത് വിടുന്നു, പോലീസുകാരെ മുന്നിൽ നിന്ന് വരെ പറഞ്ഞടി. ഇപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും കൊടുത്താലേ പിന്നെ നമുക്ക് ഇവനെ ജയിലിൽ തന്നെ 6 മാസം ജയിലിൽ തന്നെ ഇടാൻ പറ്റൂ. ഇതൊന്ന് നോക്കിക്കാ. കേട്ടില്ലേ? 100 വട്ടം ആണിയടിച്ച് പറയുന്നുണ്ട്. എന്ത്? ഫാദില എന്ന പവിത്ര എസ് അയ്യർ എന്നെ കോഴിക്കോട് സബ് ജയിലിൽ വന്ന് കണ്ടിട്ടില്ല, അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല, കാണേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഇവരുടെ കൂടെ ചേർന്നുകൊണ്ട് എൻ്റെ പേരിൽ വ്യാജമായി പരാതി കൊടുത്തൊരു വ്യക്തി, താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വ്യാജമായി പരാതി കൊടുത്തൊരു വ്യക്തി, അവൾ തന്നെ പറയുന്ന ഒരു വോയിസ് റെക്കോർഡാണ് ഇപ്പോൾ നിങ്ങൾ വർഷം മുന്നേ കേട്ടത്. 1,00,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിശാലിന് 6 മാസം കിടത്താമെന്നും ഇനി എന്തെല്ലാം കേസ് ഉണ്ടാക്കാൻ പറ്റുമോ ആ കേസെല്ലാം എൻ്റെ പെടലിക്ക് വെച്ച് തരാമെന്നും താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്, താമരശ്ശേരി പോലീസിൻ്റെ കണ്ടല്ലോ. പിന്നെ കോഴിക്കോട് സബ് ജയിലിൽ വന്ന് തന്നെ കണ്ടപ്പോൾ പോലീസുകാരല്ല, എനിക്ക് ആ വ്യക്തികളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ജയിൽ ഭരിക്കുന്നത് പോലീസുകാരല്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ജയിലിന് യാതൊരു ബന്ധവുമില്ല, പിടിച്ച് അകത്തോട്ട് ഇടുക എന്ന് മാത്രമല്ല അവർക്കുള്ളൂ.